ഹലോ ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ കറ്റാർ വാഴ കേട്ടോ. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കറ്റാർ വാഴ നട്ടുപിടിപ്പിച്ചിന് കേട്ടോ. അപ്പോൾ അത് ഉഷാറായിട്ട് ഉണ്ടായി വന്നണേ. നേമിന് അതുപോലെ തന്നെ തൈകൾ പൊട്ടി മുളച്ചുണ്ടായും ചെയ്തത്. നമുക്കിനി ആ തൈകളൊക്കെ മാറ്റി പിരിച്ച് കുഴിച്ചിടും ചെയ്യണേ. പിന്നെ ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മൾ ഏതിനാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും കറ്റാർ വാഴൻ്റെ പറ്റി എന്താണെന്നുള്ളത് അറിയാത്തവരുണ്ട് കേട്ടോ. ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത് നല്ലൊരു ഉപകാരമുള്ളൊരു സംഗതിയാണ്, നല്ല സംഗതിയാണ് കേട്ടോ നമുക്ക്. അതുപോലെ ഈ കറ്റാർ വാഴൻ്റെ ജ്യൂസ്, അലോവേര ജ്യൂസ്, അതൊക്കെ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് അലോവേര ജ്യൂസ് കേട്ടോ. അപ്പോൾ ഈ കറ്റാർവാഴ അതുപോലെ പലവിധം മരുന്നുകളുമാണ് കേട്ടോ, മരുന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് മുടി തൊഴിച്ചിൽ, താരന്, മുടി വളരാൻ, അതിനൊക്കെ ഈ കറ്റാർവാഴൻ്റെ ഇതുണ്ടല്ലോ. ഈ കറ്റാർവാഴൻ്റെ ഇലമ്മൽ തന്നെ നന്നായിട്ട് ഒരു കൊഴുമ്പ് പോലത്തെ ഒരു പശ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടില്ലേ കൊഴുമ്പ് പോലത്തെ ഒരു പശ പോലത്തെ ഇതുണ്ട് കേട്ടോ. അതാണ് നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തലയിലൊക്കെ തേക്കാനൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് എടുത്തിട്ട് നമ്മൾ ചെടി മുളപ്പിക്കാൻ, അതിനൊക്കെ ഈ ഒരു റോസക്കൊമ്പൊക്കെ മുളക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കറ്റാർവാഴൻ്റെ തണ്ടിലേക്ക് നമ്മൾ റോസക്കൊമ്പ് ഇങ്ങനെ അതിലേക്ക് കുത്തി വെച്ചിട്ട് നട്ടുപിടിപ്പിക്കുക. അത് പെട്ടെന്ന് വേര് വരാൻ ഏറ്റവും നല്ലതാണ്. ഞാൻ അതിനും വേണ്ടി ചെടി നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറ്റാർവാഴ കൊണ്ടുവന്ന് നട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓരോ കാര്യത്തിനും ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടോ. നമുക്ക് തലയിൽ തേക്കാനോ മുടി തൊഴിച്ചിലിനൊക്കെ നല്ലതാണ് ഈ കറ്റാർവാഴൻ്റെ ഇതോട്ടോ ജെല്ല്. അപ്പോൾ പല ഉപയോഗം, പിന്നെ അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനും എല്ലാത്തിനും പറ്റിയതാണ്. അപ്പം നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു കറ്റാർവാഴൻ്റെ തൈ ഉണ്ടാവുന്നത് എന്താണ്, നമുക്ക് നല്ലതാണ്. ഇതുപോലൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കേണ്ടിട്ടോ. ആരൊക്കെ വീട്ടിലാണ് കറ്റാർവാഴ ഉള്ളത് എന്നുള്ളതൊക്കെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിന്മേൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് തൈകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നാണ്. നമുക്ക് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വേറെ ചാക്കിലേക്കൊക്കെ നട്ടുപിടിപ്പിക്കണം. പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ ഇതുപോലെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കലാണ് സാധാരണ ചെയ്യുക കേട്ടോ, ഒന്നും ഒഴിവാക്കുകയല്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം ഇതിനെ പറ്റി അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് എങ്ങനെയാണ് എന്താണ് ഇതിനെ പറ്റി പഠിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഏറ്റവും നല്ലതുമാണ് ഇങ്ങനത്തെ ഓരോ സംഗതി. ഞാൻ എന്ത് കിട്ടിയാലും നമുക്ക് വേണ്ടെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിച്ചുണ്ടായിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പറ്റി അറിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈറ്റാലൊരു കറ്റാർവാഴൻ്റെ തണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ മുടി തൊഴിച്ചിൽ, താരന്, അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കൊക്കെ റാഹത്താണ്. പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ.